സാധാരണ ഒരാൾക്ക് തലമുടി മുളക്കുന്ന സ്ഥലം അല്ലെ, ഇവിടെയാണ് സാധാരണ നമുക്കൊരു തലമുടി, സാധാരണ ഒരു വ്യക്തിക്ക് തലമുടി മുളക്കുക. ഇവിടം മുതൽ മുൻകൈ കഴുകി, മിസ്വാക്ക് ചെയ്തു, വായിൽ വെള്ളം കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, 4 കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചെയ്തത് അല്ലെ. ഇത്രയും നേരം നമ്മൾ ചെയ്തത് സുന്നത്തായ കാര്യങ്ങളാണ്. ഇനി വുളുവിന്റെ ആദ്യത്തെ ഫർളിലേക്ക് നമ്മൾ കിടക്കുന്നത്. എന്താണ് ആദ്യത്തെ ഫർള്? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇദാ ഖുംതും ഇല സ്വലാത്തി, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക. അപ്പൊ അല്ലാഹു തആല ആദ്യം പറഞ്ഞത് മുഖമാണ്. വുളുവിന്റെ ഫർളുകളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താണ്? മുഖം കഴുകുക. ബാക്കി ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തതൊക്കെ വുളുവിന്റെ സുന്നത്തുകളിൽപ്പെട്ട കാര്യം കേട്ടോ. അപ്പൊ മുഖം കഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ മുഖം കഴുകുന്നതിൽ എന്തെങ്കിലും അപാകതകളോ പോരായ്മകളോ സംഭവിച്ചാൽ വുളു തന്നെ അസാധുവായി പോകും. അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മുഖത്തിനൊരു പരിധിയുണ്ട്. ആ പരിധിയിലുള്ള എല്ലാ ഭാഗവും കഴുകിയിരിക്കണം, എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എന്താണ് മുഖം? മുഖത്തിന്റെ പരിധി മഹാന്മാര് പറഞ്ഞത്, സാധാരണ ഒരാൾക്ക് തലമുടി മുളക്കുന്ന സ്ഥലം അല്ലെ, ഇവിടെയാണ് സാധാരണ നമുക്കൊരു തലമുടി, സാധാരണ ഒരു വ്യക്തിക്ക് തലമുടി മുളക്കുക. ഇവിടം മുതൽ ഈ താടിയെല്ലിന്റെ താഴ്ഭാഗം വരെ ഇങ്ങനെ നീളത്തിലും, നമ്മളിവിടെ അമർത്തിയാൽ ഇങ്ങനെ അമരുന്ന സ്ഥലം, ഒരു ചെവിക്കുറ്റി മുതൽ, ഇതിനാണ് ചെവിക്കുറ്റി എന്ന് പറയാം കേട്ടോ, ഇവിടം മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ വീതിയിലുമുള്ള, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചാൽ, കൃത്യമായ ഒരു റൗണ്ട് ഇങ്ങനെ വരച്ചാൽ എത്തുന്ന ഈ ഒരു ഭാഗം, ഇതിനാണ് എന്തെന്ന് പറയാം? മുഖം എന്ന് പറയും. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇതേ പരിധി തന്നെ. വുളു ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്ക് നിർബന്ധമായും എന്ത് ചെയ്യണം? വെള്ളം എത്തിച്ചിരിക്കണം. അതിലൊരു അപാകതയും പാടില്ല. സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ചെവിക്കുറ്റിയുടെയും ഈ ഒരു ഭാഗം, നമ്മുടെ ഭാഷയിൽ പാലക്കാടൊക്കെ നമ്മൾ പറയല് കൃതാവ് എന്നാ പറയാം. എന്താ പറയാ? കൃതാവ് എന്നാണ് ഈ ഭാഗത്തിനെ പറയുന്നത്. ഇതിന്റെ ഇടയിലുള്ള ഈ രോമം മുളക്കാത്ത ഈ സ്ഥലം പ്രത്യേകം കഴുകൽ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഭാഗത്തേക്ക് വെള്ളം എത്താൻ ശ്രദ്ധിക്കാറില്ല. അവിടെ വെള്ളം എത്തിയില്ലെങ്കിൽ വുളു തന്നെ എന്താവില്ല, ശരിയാവില്ല എന്നുള്ളത്. 2 കൈ കൊണ്ട്, ഒരു കൈ കൊണ്ടല്ല, 2 കൈ കൊണ്ട് നമ്മൾ വെള്ളം എടുക്കുന്നു. എന്നിട്ട് ഇവിടം മുതലാണ് തുടങ്ങേണ്ടത്, അഥവാ നെറ്റിയുടെ മേൽഭാഗം മുതലാണ് തുടങ്ങേണ്ടത്. താഴേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കഴുകേണ്ടത്. ചിലരിങ്ങനെ വെള്ളം എടുത്തിട്ട് നേരെ മുഖത്ത് ഇങ്ങനെ അടിച്ചിട്ട് മൊത്തത്തിലൊന്ന് കഴുകലുണ്ട്. അതല്ല, ശരിയായ രീതി എങ്ങനെയാണ് നോക്കിക്കോളൂ. താടിയുള്ളവർ, പ്രത്യേകിച്ച് തിങ്ങിയ താടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ താടിയുടെ ഉൾഭാഗത്തേക്ക് അഥവാ തൊലിയിലേക്ക് നാം എത്തിക്കൽ നിർബന്ധമല്ല, പുറത്ത് കഴുകിയാൽ മതി. അതേസമയം തിങ്ങിയ താടിയല്ലാത്ത നേരിയ താടിയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ തൊലി പുറത്ത് കാണുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുടെ തൊലിയിലേക്ക് തന്നെ എന്ത് ചെയ്യണം? വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. അപ്പൊ താടിയുടെ പുറംഭാഗത്ത് കൂടെ വെള്ളമാക്കിയാൽ അവരുടെ വുളു ശരിയാകും. അപ്പൊ അത് പ്രത്യേകം താടിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം.